ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അവിടെ വന്നിരിക്കുന്നത് ഒരു രണ്ട് ക്രൈം ത്രില്ലർ സിനിമകൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ട് ക്രൈം ത്രില്ലർ സിനിമകളാണ്. അപ്പോൾ ഈ രണ്ട് ക്രൈം ത്രില്ലർ സിനിമകൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ സിനിമകൾ കണ്ടു, കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമകളാണ്. അപ്പം ആ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മെയിനായിട്ട് ഉദ്ദേശം. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഒരു ക്രൈം ത്രില്ലർ കന്നഡ മൂവിയാണ്. ക്രൈം മിസ്റ്ററി ത്രില്ലർ ഭാഗത്തിൽ കന്നഡ മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ നായകൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒരു സ്ഥലത്ത് വെച്ച്, ജോഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കാണാതാവുകയാണ്. അപ്പോൾ കാണാതാവുക എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു ടൂർ പോലെ വന്നതായിരിക്കും. മാഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ഒരു സംഭവം ഒരു തെളിവും ഇല്ലാതെ മാഞ്ഞു പോകാന്നൊക്കെ പറയുന്ന രീതിയിൽ കാണാതാവാണ്. കുറേ മാസങ്ങളായിട്ടുണ്ടാകും കാണാതായിട്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമായിരിക്കും, അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുന്നുള്ളൊരു നിഗമനത്തിലൊക്കെ എത്തുകയാണ് പോലീസുകാർ. പക്ഷേ നമ്മുടെ നായകൻ ഇവരെ അന്വേഷിച്ച് ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതാണ്. അത് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അവർ എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ജോഗ് 101 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിജയരാഘവേന്ദ്രയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തേജസ്വിനി ശേഖറാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. സിനിമ കുറിച്ച് പറയുകയാണെങ്കിൽ 1.25 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. എന്താ പറയുക, അത്രയും തന്നെ ശരിക്കും അറിയാൻ അത്രയും തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. 1.25 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം എങ്കിലും അത്ര തന്നെ സിനിമയ്ക്ക് ആ ഒരു ദൈർഘ്യം വേണ്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ കോമഡി രംഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അത് കുറച്ചൊരു ഇറിറ്റേഷനായി തോന്നി. മറ്റു ഭാഗങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, എന്താണ് സംഭവം, അവിടെ ആരാണ് ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ലാസ്റ്റിലേക്ക് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും എന്തൊക്കെയോ ഒരു പോരായ്മകൾ, എന്തൊക്കെയോ ഒരു മിസ്സിങ് സിനിമയിലുണ്ട്. എന്നാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ്. ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ഭാഗത്തപ്പെടുന്ന സിനിമയാണ് ജോഗ് 101 എന്ന സിനിമ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ജോഗ് 101 കന്നഡ മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. വലിയ ക്വാളിറ്റിയിലൊന്നല്ല സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്, കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു ലോ ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടതെന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെയായിരിക്കും യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തത്, എന്താണെന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് ജോഗ് 101 എന്ന ഈ ഒരു സിനിമ. അടുത്ത രണ്ടാമത്തെ ഭയങ്കര കോമഡിയാണ് കേട്ടോ സിനിമ. സംഭവം എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാണ്. പക്ഷെ കണ്ടപ്പോൾ അയ്യോ കണ്ടുപോയല്ലോ എന്നായിപ്പോയി. ആ രീതിയിലായിരുന്നു. പഠിക്കാതെ പക്കങ്ങൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പഠിക്കാതെ പക്കങ്ങൾ. യാഷിക ആനന്ദാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ ഒരു എന്താ പറയുക, ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ ഭാഗത്തുള്ള സിനിമ, റിവെഞ്ചൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ അവർ 1 മണിക്കൂറുണ്ട്, എന്തൊക്കെയോ കാണിച്ചു വിട്ടുന്നുണ്ട്. റിവെഞ്ച് സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. ജസ്റ്റ് ഒരു 1.25 മണിക്കൂർ നിങ്ങളെ ലൈഫിൽ 1.25 മണിക്കൂർ വെറുതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പഠിക്കാതെ പക്കങ്ങൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടു നോക്കുക. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിനിമകളാണ്. ഒന്ന് ജോഗ് 101 എന്ന സിനിമ, ജസ്റ്റ് ഓക്കെ വാച്ചബിളാണ്, ഒന്ന് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് പഠിക്കാതെ പക്കങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. എനിക്ക് അത്രയും അങ്ങോട്ട് ബോധിച്ചില്ല ആ സിനിമ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ എത്രയാണ്, ഈ രണ്ട് സിനിമകളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.